2026 ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി EV. മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ കരുതൽ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൂരയാത്രകൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തുന്നത് ഗുണം ചെയ്യും. പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കാനുള്ള തടസ്സങ്ങളെ ക്ഷമയോടെയുള്ള കൃത്യമായ ആസൂത്രണം കൊണ്ട് വിജയിക്കുവാനും മറികടക്കുവാനും ആകും. ഇടവം രാശി കാർത്തിക അവസാന കാൽഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ച കൈവരിക്കുവാനും സാധിക്കും. സുഹൃത്തുക്കളുടെ സംയോജിതമായ സഹായം പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്തും പകരുന്നതാണ്. മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. എതിരാളികളുടെ നീക്കങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ സാധിക്കും. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. സാമ്പത്തിക ബാധ്യതകൾ കുറയുകയും ദാമ്പത്യ ബന്ധത്തിൽ ഐക്യം നിലനിൽക്കുകയും ചെയ്യും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ശ്രദ്ധയും പ്രോത്സാഹനവും നൽകുക. സാമ്പത്തിക ഇടപാടുകളിൽ പൂർണ്ണ കൃത്യത പാലിക്കേണ്ടതാണ്. അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കി മനസ്സിനെ ശാന്തമാക്കുവാൻ പ്രാർത്ഥനകൾ സഹായിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഭവനം, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി കാണാത്ത ചെലവുകൾ വരാൻ ഇടയുണ്ട്. ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ ക്ഷമയും സംയമനവും പാലിക്കുന്നത് കുടുംബത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുവാനും സഹായിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഏറ്റെടുത്ത സുപ്രധാന ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കും. സഹോദരങ്ങളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. പുതിയ വാണിജ്യ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഇന്ന്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സംഭാഷണങ്ങളിൽ സൗമ്യതയും മിതത്വവും പുലർത്തുന്നത് അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കും. പുതിയ ബിസിനസ് പ്രൊജക്ടുകൾ ലഭ്യമാകുന്നതും അപ്രതീക്ഷിതമായ ധനലാഭം കൈവരുവാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായി ഒത്തുചേരലുകൾ നടക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുവാൻ യോഗമുള്ള ദിവസമാണ് ഇന്ന്. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിക്കുന്നത് ശാരീരിക ക്ഷീണം ഒഴിവാക്കുവാൻ സഹായിക്കും. സുപ്രധാനമായ കാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കി ശരീരത്തിന് വിശ്രമം നൽകുക. ശ്വാസകോശ അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ജാഗ്രത പാലിക്കണം. പ്രധാന തീരുമാനങ്ങൾ മുതിർന്ന വ്യക്തികളുടെ ഉപദേശം തേടുന്നത് ഗുണം ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പ്രവർത്തനങ്ങളിൽ നിന്നും വലിയ സാമ്പത്തിക പുരോഗതി സ്വന്തമാകും. പുതിയ സൗഹൃദങ്ങൾ കർമ്മ വിജയത്തിന് വഴിയൊരുക്കും. ഔദ്യോഗിക രംഗത്ത് ഉന്നത അധികാരികളുടെ പ്രശംസയും പിന്തുണയും നേടിയെടുക്കുവാനും സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനും പുതിയ അധികാര ചുമതലകൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. കരിയറിൽ പുരോഗതി പ്രകടമാകുകയും ചെയ്യുന്നുണ്ട്. പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭവും വന്നു ചേരും. മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും കാര്യവിജയം കൈവരിക്കുകയും ചെയ്യും. പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ സഹായം ലഭിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യത പാലിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.